ശരി. ശ്രീ സുഭാഷ് ബാബു, കേരള പോലീസിന്റെ കഴിവിലും മികവിലും ഒന്നും ആർക്കും ഒരു സംശയവുമില്ല. കാരണം എത്രയോ പ്രമാദമായ കേസുകളൊക്കെ തെളിയിച്ചവരാണ് കേരള പോലീസ്. അക്കാര്യത്തിൽ നമുക്കൊന്നും യാതൊരു സംശയവുമില്ല. പക്ഷേ എവിടെയാണ് കേരള പോലീസിന്റെ അല്ലെങ്കിൽ ഈ പോലീസ് സംവിധാനത്തിൽ ഇടയ്ക്കിടെ ഈ വീഴ്ചകൾ അല്ലെങ്കിൽ ഈ ഒരു നോട്ടപ്പിശകുകൾ ഉണ്ടാകുന്നത്? ഒരു പ്രതി ജാമ്യത്തിലാകുന്ന ഒരു പ്രതി സ്വാഭാവികമായിട്ടും ഒരു ഷാഡോയിങ് അവിടെ ആവശ്യമല്ലേ? ഒരു സർവൈലൻസിൽ വരേണ്ടതല്ലേ? എന്തുകൊണ്ടാണ് അവിടെ ഒരു പാളിച്ച സംഭവിച്ചത്? ഏതെങ്കിലും രീതിയിൽ മോണിറ്ററിംഗിൽ അങ്ങനെ ഒരു പാളിച്ച സംഭവിച്ചോ? ഈ നോട്ടപ്പിശക് പോലീസിന് എന്തുകൊണ്ട് സംഭവിച്ചു? ശ്രീ സുഭാഷ് ബാബു, സുഭാഷ് സാർ, ഓഡിയോ കുറച്ചും കൂടി വ്യക്തമാകേണ്ടതുണ്ട്. അങ്ങനെ കുറച്ചുകൂടെ ഉറച്ചു പറയാമോ? ഞാൻ വരാം, അങ്ങയിലേക്ക് വരാം. ശ്രീ എ സജീവൻ, ഈ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഒരുക്കേണ്ടതാണ് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ പോലീസിന്റെ ഒരു കടമ എന്ന് പറയുന്നത്. VVIPകൾക്ക് മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു സുരക്ഷ നൽകുക എന്നൊരവസ്ഥയിലേക്ക് ഇപ്പോൾ കേരളത്തിലെ നമ്മൾ നിരീക്ഷിച്ചാൽ മനസ്സിലാവുന്നു. VVIPകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി മാത്രം പോലീസുകളെ നിരനിരയായി നമ്മൾ കാണാറുണ്ട്. സാധാരണക്കാരുടെ ജീവനും സ്വത്തിനുമൊന്നും ഒരു വിലയുമില്ല എന്നൊരു സന്ദേശമാണോ ഈ കഴിഞ്ഞ സമീപകാല സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്? തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞ വളരെ ശരിയാണ്. കാരണം ഇപ്പോൾ ഈ നെന്മാറ സംഭവത്തിൽ തന്നെ നമ്മൾ ചിന്തിക്കേണ്ടത്, ഇവിടെ പല ആളുകളും പറഞ്ഞ പോലെ ഇതെല്ലാം താത്വികമായിട്ടുള്ള പല കാര്യങ്ങളുമാണ് നമ്മൾ ആലോചിക്കേണ്ടത് പറയുന്നത് തെറ്റായ കാര്യമാണ്. ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഈ ഇരട്ട കൊലപാതകത്തിന് കാരണക്കാരായിട്ട് ആരാണ്? എന്തുകൊണ്ട് ഈ ഇരട്ട കൊലപാതകം നടന്നു? സത്യത്തിൽ പോലീസ് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ നടപ്പാക്കിയിരുന്നുവെങ്കിൽ ഈ ഇരട്ട കൊലപാതകം നടക്കില്ലായിരുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം ഇത് ജാമ്യം കിട്ടി, അദ്ദേഹത്തിന് ജാമ്യം കിട്ടാതെ പ്രൊസീജിയറിന്റെ ഭാഗമായിട്ടുള്ള ജാമ്യം കൊടുക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ല. ജാമ്യം കിട്ടിയിട്ടുള്ള പ്രതിക്ക് കണ്ടീഷനുണ്ട്. കണ്ടീഷൻ ബെയിലാണ്. അദ്ദേഹം ഈ സ്ഥലത്ത് പ്രവേശിക്കാൻ പാടില്ല, നെന്മാറയിലേക്ക് വരാൻ പാടില്ല എന്നൊക്കെ കൃത്യമായിട്ടും ജാമ്യ വ്യവസ്ഥയിൽ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് പാലിക്കണം പ്രതി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രതികൾ പാലിക്കണമെന്നില്ല. പക്ഷേ അത് പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് പോലീസാണ്. പോലീസ് ഒരു പക്ഷേ കണ്ടില്ല എന്ന് വെക്കുക. ഇവിടെ അതുമല്ല. ഇവിടെ ഈ പേരും കൊല്ലപ്പെട്ട സുധാകരന്റെ കുടുംബം, അവർ മാത്രമല്ല മറ്റുള്ള ആളുകളൊക്കെ പരാതി പോലീസിനോട് മുമ്പ് പറയുന്നു, ഇയാൾ ഞങ്ങളെ കൊല്ലും, ഞങ്ങൾക്ക് ഭീഷണിയാണ് എന്ന് പറഞ്ഞിട്ടും ഈ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് ആ പ്രദേശത്ത് വന്ന വ്യക്തിയെ ഉപദേശിച്ചു വിട്ടു എന്ന് പറയുന്നത് പോലീസിന്റെ ഭാഗത്തുണ്ടായ അങ്ങേയറ്റത്തെ വീഴ്ചയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാവുന്ന പോലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ട് സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെ ഈ നടപടിയെ വളരെ കൃത്യമായിട്ടും തെറ്റാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്, നടപടിയിലേക്ക് പോയിട്ടുണ്ട്. സത്യത്തിൽ ഇവിടെ ഇത് മാത്രമല്ല, പലപ്പോഴും ഇതിപ്പോ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണോ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്താണോ എന്നുള്ളതല്ല, പോലീസിനെ കുറിച്ച് നമുക്കറിയാം. എന്റെ ഇത്രയും കാലത്തെ പത്രപ്രവർത്തന ചരിത്രത്തിൽ പലപ്പോഴും അറിയാം, പോലീസ് വളരെ നന്നായിട്ട് കേസ് അന്വേഷിക്കുന്ന ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പോലീസ് ഈ രാഷ്ട്രീയക്കാരുടെ ഏറാൻമൂടികളായിട്ട് നിൽക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതേസമയം തന്നെ പോലീസ് പലപ്പോഴും വ്യക്തിപരമായിട്ട് നിഷ്ക്രിയത്വവും അനാസ്ഥയും വളരെ നിയമവിരുദ്ധമായിട്ടുള്ള നടപടികളൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിലൊന്നാണിത്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പലപ്പോഴും ഉണ്ടാകുന്നു. സാധാരണ വ്യക്തികൾ പോകുമ്പോൾ അവരുടെ പരാതി കേൾക്കാൻ തയ്യാറാവാതിരിക്കുക, അവരോട് മോശമായ രീതിയിൽ പെരുമാറുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾക്കെതിരെ ശക്തമായ നടപടി. അത് ഞാനിപ്പോ ഇവിടെ 3 പേരും രാഷ്ട്രീയം കൂടി കൂട്ടിക്കലർത്തിയിട്ടാണ് സംസാരിച്ചത്. ഞാനത് ഒഴിവാക്കി, രാഷ്ട്രീയം ഒഴിവാക്കിയിട്ട് പറയുകയാണ്, നമ്മുടെ പോലീസ് സംവിധാനത്തിൽ കാര്യമായ ഒരു അഴിച്ചുപണി ഉണ്ടാവേണ്ടതുണ്ട്. പോലീസുകാർ എങ്ങനെയൊക്കെ പെരുമാറണം എന്നത് പലപ്പോഴും പോലീസുകാർക്ക് അറിയില്ല. പല ആളുകളും കണ്ടില്ലേ, ഇപ്പൊ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് നമ്മൾ കാണുന്നതാണ്, ഒരു ആളുകളെ പരാതി പോലീസുകാരുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചാൽ ഉടൻ തന്നെ അവരെ മർദ്ദിക്കുക, ഭീകരമായിട്ട് അവരെ കയ്യേറ്റം ചെയ്യുക തുടങ്ങിയ രീതിയിലേക്ക് പോലീസുകാർ പോകുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന പോലീസുകാർക്ക് കാക്കിയിട്ടാൽ എന്തുമാവാം എന്നൊരു നിലപാടുള്ള കുറച്ചു പേര്, ഇതൊന്നും നമ്മൾ പോലീസ് സേനയെ
പൂർണ്ണമായിട്ടും പറയുന്നതിൽ അർത്ഥമില്ല. പോലീസ് സേന വളരെ എഫിഷ്യന്റ് ആണ്. കാരണം എനിക്കറിയാവുന്ന ഇപ്പൊ നമ്മൾ ഈ ചർച്ചയിൽ ഉള്ള സുഭാഷ് ബാബു, അദ്ദേഹം ഇവിടെ കോഴിക്കോട് വർക്ക് ചെയ്ത കുറെ കാലം, വളരെ കാലമായിട്ട് ഞങ്ങൾ തമ്മിൽ വളരെ അടുത്ത ബന്ധമുള്ളതാണ്. അത്തരത്തിൽ എത്രയോ നല്ല ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവരൊക്കെ വളരെ കൃത്യമായിട്ടും പോലീസിന്റെ മാന്യത, കാക്കിക്ക് ഒരു മാന്യതയുണ്ട് എന്ന് വിശ്വസിച്ച് പ്രവർത്തിച്ച ആളുകളാണ്. അപ്പൊ അങ്ങനെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് കൂടി നാണക്കേടാണ് ഇത്തരം ആളുകൾ വളരെ മോശമായ രൂപത്തിൽ. ഇപ്പൊ ഞാൻ പറയാം, സുഭാഷ് ബാബുക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ, ഞാൻ ആ പേരുകളൊന്നും പറയുന്നില്ല, വളരെ മോശമായ രീതിയിൽ പെരുമാറിയിട്ടുള്ള പോലീസുകാരുണ്ട്, പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവരെയൊക്കെ നമ്മൾ വളരെ നികൃഷ്ടമായിട്ടാണ് പലപ്പോഴും നമ്മളൊക്കെ അവരെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യുക. അങ്ങനെയുള്ള ആളുകളെ അത് ഇപ്പോഴും ഉണ്ടെന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. നമ്മൾ ഇത്രയും കാലം ജനമൈത്രി പോലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ഓമനപ്പേരിട്ട് വിളിക്കുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴും പോലീസിൽ കാക്കി എന്ന് പറയുന്നത് ക്രൂരത ചെയ്യാനുള്ള എന്തോ ഒരു സംഭവമാണ്. അത് ഇട്ട് കഴിഞ്ഞാൽ പിന്നീട് എന്നെ ആർക്കും ചോദ്യം ചെയ്യാൻ പാടില്ല, ഞാൻ ചെയ്യുന്നതാണ് ശരി എന്നുള്ള രീതിയിൽ പെരുമാറുന്ന ആളുകളുടെ അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു പഠനം, അവർ കൃത്യമായിട്ട് പരിശീലനം കൊടുക്കേണ്ടത്. അങ്ങനെ അല്ലാത്ത ആളുകൾ ഒന്നോ രണ്ടോ തവണയൊക്കെ ഇതേ രീതിയിൽ പെരുമാറുന്ന ആളുകളുണ്ട്. അവരൊക്കെ കഴുത്തിന് പിടിച്ച് പുറത്തേക്ക് കളയേണ്ട അവസ്ഥ ഉണ്ടാവണം. കാരണം അങ്ങനെ പുറത്താക്കിയാൽ മാത്രമേ നമ്മുടെ സേനയെ നവീകരിക്കാൻ പറ്റുള്ളൂ. അതേ സമയത്ത് എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന, എഫിഷ്യന്റ് ആയിട്ട് കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുന്ന ആളുകളുണ്ടെങ്കിൽ അവരൊക്കെ നമ്മൾ ശരിക്കും ഉയർത്തിക്കൊണ്ടുവരികയും വേണം. ഇവിടെ ക്വാളിറ്റി ബേസ്ഡ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഉദ്യോഗ കയറ്റം ആണെങ്കിലും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ആണെങ്കിലും ക്വാളിറ്റി ബേസ്ഡ് ആയിട്ടായിരിക്കണം. അവരുടെ പ്രവർത്തനത്തിന്റെ മികവ് ഉണ്ടായിരിക്കണം. അതല്ലാത്ത ആളുകളെ നമ്മള് പതിര് കളയുക എന്ന് പറയുന്നില്ലേ, പതിര് കളയാത്ത ഒരു രീതി പോലീസിൽ മാത്രമല്ല എല്ലാ വിഭാഗത്തിലും, എല്ലാ സേവന വിഭാഗത്തിലും ഉണ്ടാവേണ്ടതാണ്. പ്രത്യേകിച്ച് പോലീസ്. കാരണം പോലീസാണ് നമുക്കെല്ലാം സംരക്ഷണത്തെ, പോലീസ് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് സംരക്ഷണം തരാൻ വേണ്ടിയിട്ടുള്ളതാണ്. ആ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇത്രയും മോശമായിട്ട്, കാരണം ഇതൊരു വലിയ ഉദാഹരണമായിട്ട് നമ്മൾ എടുക്കേണ്ടതാണ്. കാരണം പരാതി കൊടുത്തിട്ട് ഞങ്ങളെ കൊല്ലും എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി കേണപേക്ഷിച്ചിട്ട് ആ പ്രതിയെ വിളിച്ചിട്ട് നാളെ ഓമന കാര്യങ്ങളും പറഞ്ഞ് അദ്ദേഹത്തെ വെറുതെ വിടുകയാണ്. കൊല്ലാൻ വേണ്ടി വിട്ടു എന്ന് നേരത്തെ ഇവിടെ ആരും പറഞ്ഞ പോലെ ഇതൊരു കൊലപാതകം തന്നെയാണ്. ആ ചെന്താമരയല്ല ശരിക്കും കൊന്നത്, ഈ ചെന്താമരയെ കൊണ്ട് കൊല്ലിച്ചത് ഈ പോലീസ് ഓഫീസറാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ശരി.